ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നെറ്റിനെ പറ്റി പറഞ്ഞു, ഗ്രോസിനെ പറ്റി പറഞ്ഞു. ഫസ്റ്റ് ലെറ്റർ നെറ്റും ഗ്രോസും ആയിരിക്കും അല്ലേ. പിന്നെ നടുവിലാണെങ്കിൽ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നാഷണൽ ആയിരിക്കും അല്ലേ. അപ്പോൾ GDP എന്നൊക്കെ പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും, പിന്നെ GNP എന്നൊക്കെ പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റൊക്കെ ആയിരിക്കും അല്ലേ. പിന്നെ നാഷണലിൽ കൂടെ അല്ല, നാഷണൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഡൊമസ്റ്റിക് കൂടെ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് നാഷണൽ സിമ്പിളായിട്ട് കിട്ടും. ഒക്കെ സിമ്പിളാണ്. പിന്നെ ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ നേഷൻസ് പെർമനൻറ്റ് റെസിഡൻസ് കോൾഡ് നാഷണൽസ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ആ വീട്ടിൽ മോളെയും കൂടി ആഡ് ചെയ്തിട്ട് വീട്ടുകാരുടെ ഇൻകം, അതാണ് നാഷൻസ് പെർമനൻറ്റ് റെസിഡൻസ്. വീട്ടുകാർ അവിടെ ജനിച്ച പെൺകുട്ടിയാണ്, കല്യാണം കഴിച്ച് പോയതാണ് ഡോട്ടർ. സോ പെർമനൻ്റ് ആയിട്ട് ശരിക്കും ആ വീട്ടിലുള്ളത് ആരൊക്കെയാണ്? അവരുടെ ഇൻകമാണ് അല്ലേ നാഷണലിൽ വരുന്നത്. അവരാണ് നാഷണൽസ്. ഓക്കെ, നാഷൻ എന്ന് പറയുമ്പോൾ ആ പെർമനൻറ്റ് റെസിഡൻസ്. ഓക്കെ, അപ്പോൾ അവരുടെ ഇൻകം. അപ്പോൾ ആ സമയത്ത് സണ്ണിൻ്റെ വൈഫിനെ നമ്മൾ കുറയ്ക്കണം, വൈഫിൻ്റെ ഇൻകത്തിന്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ഇറ്റ് ഇൻക്ലൂഡ്സ് അവർ സിറ്റിസൺസ് ഏൺ അബ്രോഡ്. അതായത് ഇപ്പോൾ വാപ്പച്ചൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടാണല്ലേ പൈസ അയച്ചു തരാം. അപ്പോൾ ആ ഒരു എമൗണ്ടാണ് നമ്മൾ ഇവിടെ ഗുഡ്സും സർവീസും വാങ്ങാൻ ഉപയോഗിക്കുന്നത്. സോ ആ ഇൻകം നമ്മൾ ആഡ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വാപ്പച്ചിന്ന് ഞാൻ എഴുതിയിരിക്കണ പോലെ തന്നെയാണ് ഡോട്ടറിൻ്റെ പൈസ. ഓക്കെ, ഡോട്ടർ ശരിക്കും ഇവിടുത്തെ ആളാണ്, ഈ വീട്ടിലത്തെ ആളാണ്, പക്ഷെ അവിടെ പോയി എന്നുള്ളൂ അല്ലേ മാരേജ് കഴിഞ്ഞപ്പോൾ. അപ്പം ഇങ്ങോട്ട് അയക്കൂലേ സാലറി, അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻകം റിസീവ്ഡ് ആഡ് ചെയ്തിട്ട് പിന്നെ ഫോറിനേഴ്സ് ഏൺ ഹിയർ ഇല്ലേ, അവർ അവരുടെ നാട്ടിലേക്ക് ഇൻകം സെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പേ ചെയ്തത് കുറയ്ക്കണം എന്നുള്ളതാണ്. സോ ദാറ്റ് മണി ഈസ് നോട്ട് സ്പെൻഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ഹിയർ അല്ലേ. അപ്പോൾ അവർ ഇവിടെ ഏൺ ചെയ്ത ആൾക്കാർ ഫോറിനേഴ്സ് അവർ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ പൈസ ഇതിൽ കൂട്ടാൻ പാടില്ല അല്ലേ. പക്ഷെ ശരിക്കും GDPയിൽ ആ പൈസ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ GDPയിൽ ഡൊമസ്റ്റിക്കലി നോക്കുമ്പോൾ സൺസ് വൈഫിൻ്റെ എമൗണ്ട് ഇൻകം നമ്മൾ GDPയിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മൾ ശരിക്കും അത് അവരുടെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കൂലേ. ഇപ്പോൾ ഫോറിനേഴ്സ് ഹിയർ വർക്കിംഗ് ചെയ്യുമ്പോൾ അവരുടെ നാട്ടിലേക്ക് അത് അയച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് ഗുഡ്സും സർവീസസും വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ എമൗണ്ട്, അതായത് പെയ്ഡ് എന്ന് പറഞ്ഞ എമൗണ്ട് ഇല്ലേ, പേ ചെയ്തത്, അത് നമ്മൾ കുറയ്ക്കണം. ഇവിടെ നിന്ന് ഈ നാട്ടിൽ നിന്ന് ആ നാട്ടിലേക്ക് പേ ചെയ്തത് കുറയ്ക്കണം. അപ്പോൾ റിസീവ്ഡ് പ്ലസ് ചെയ്തിട്ട് പേ ചെയ്തത് കുറയ്ക്കുന്നതിനെയാണ് അല്ലേ റിസീവ്ഡ് മൈനസ് പെയ്ഡിനെയാണ് നെറ്റ് എന്ന് പറയുക അല്ലേ. അതുകൊണ്ടാണ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ആയതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ് ടെക്സ്റ്റിലത്തെ എക്സാമ്പിളാണ്. പ്രോഫിറ്റ്സ് ഏൺഡ് ബൈ ആപ്പിൾ ഫ്രം ഇന്ത്യൻ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഈസ് പാർട്ട് ഓഫ് ഇന്ത്യാസ് GDP അല്ലേ. ഇന്ത്യയുടെ GDP ഞാൻ പറഞ്ഞു, GDPയിൽ ഉണ്ടായിരിക്കും സൺസ് വൈഫിൻ്റെ എമൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇൻകം എന്ന് പറഞ്ഞില്ല. അതുപോലെ ആപ്പിളിൻ്റെ കമ്പനി ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ഇൻകം നമ്മൾ ഇന്ത്യൻ്റെ GDPയിൽ ഉണ്ടാവും. ബട്ട് ദീസ് പ്രോഫിറ്റ്സ് ആർ പാർട്ട് ഓഫ് USA's GNP അല്ലേ. അതായത് ഇത് ശരിക്കും USAയിലേക്കാണ് ഈ പ്രോഫിറ്റ് മുഴുവനും പോണത്. അപ്പം USAയിൽ GNP ആയിട്ട് വരുന്നതിൻ്റെ കാരണം എന്താ? റിസീവ്ഡ് ആഡ് ചെയ്യും അല്ലേ. അതായത് അബ്രോഡിൽ നിന്ന് റിസീവ് ചെയ്യുന്ന പൈസ ആഡ് ചെയ്യും, അപ്പോഴാണ് GNP ആവുന്നത്. അപ്പം USAത്തെ GNPൻ്റെ പാർട്ടാണ് ആ പ്രോഫിറ്റ്. അപ്പോൾ GDPയിൽ അത് ശരിക്കും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ആപ്പിളിൻ്റെ ഇന്ത്യയുടെ GDPയിൽ ആപ്പിളിൻ്റെ മാനുഫാക്ചറിങ്ങിലത്തെ ആ ഒരു ഇൻകവും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു കമ്പനിയുടെ ഇൻകമും GDPയിൽ ആഡഡ് ആണ്. പക്ഷെ ശരിക്കും അങ്ങനെ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് കുറേ എക്കണോമിസ്റ്റുകൾ പറയുന്നത് GDP അല്ല GNP ആണ് കുറച്ചും കൂടെ നല്ല ആക്യുറേറ്റ് ഫിഗർ തരുന്നതെന്ന്. കാരണം ആ പ്രോഫിറ്റൊക്കെ USAയിലാണ് അവർ ഗുഡ്സും സർവീസും വാങ്ങുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അത് ആഡ് ചെയ്യുന്നതുകൊണ്ട് വല്ല അർത്ഥമുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മുടെ GDP കൂട്ടിക്കാണിക്കും എന്നല്ലാതെ വേറെ ഒന്നുമില്ല. സോ GNP ഈസ് മോർ ആക്യുറേറ്റ്, മോർ ആക്സെപ്റ്റബിൾ. മനസ്സിലായല്ലോ? ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ മെയ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. 2025 ഗാമ ലിമിറ്റഡ്, എ സൗത്ത് കൊറിയൻ കമ്പനി, ഏൺസ് പ്രോഫിറ്റ് ഫ്രം ഇറ്റ്സ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഇൻ ഇന്ത്യ. സോ നമുക്കറിയാമല്ലോ അത് GDPയിൽ ഇൻക്ലൂഡഡ് ആണ്. ഹൗ ദിസ് പ്രോഫിറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ എക്കണോമിക് മെഷേഴ്സ് ഓഫ് ബോത്ത് കൺട്രീസ് എന്നാണ് ചോദ്യം. സോ ദേ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യാസ് GDP ആൻഡ് സൗത്ത് കൊറിയാസ് GNPയിൽ ഉണ്ടായിരിക്കും. യെസ്, ഓപ്ഷൻ C ആണ് കറക്റ്റ്. ഇപ്പം തന്നെ പറഞ്ഞത്, അതായത് റിസീവ്ഡ് എന്നുള്ളത് അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും സൗത്ത് കൊറിയയിൽ, റിസീവ്ഡ് ഇൻകം.
എന്നിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും പെയ്ഡ് ഇൻകം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണല്ലേ നമുക്ക് GNP കിട്ടുന്നത്. ഓക്കെ ഫൈൻ റൈറ്റ്. ഞാൻ പറഞ്ഞു തരുന്നത് MPFC എന്നൊക്കെ പറയില്ലേ, GDP MP, GNP MP, പിന്നെ NNPFC എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതൊക്കെ എന്താ ഈ FCMP? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ വിപണിയിലുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫാക്ടർ കോസ്റ്റും അതിൻ്റെ ഒപ്പം ടാക്സും ആഡ് ചെയ്തതായിരിക്കും. അപ്പോൾ അത് എന്ത് ടാക്സാണ്? GST എന്ന് പറഞ്ഞൊരു ടാക്സാണ്. GST എന്ത് ടാക്സാണ്? ഇൻഡയറക്റ്റ് ടാക്സാണ്. അപ്പം അതും എന്തുണ്ട് അവിടെ? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സാണ് എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമുക്ക് റിസീവ്ഡ് മൈനസ് പെയ്ഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ സബ്സിഡിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കുറയ്ക്കണം. നമ്മൾ അങ്ങോട്ട് അടച്ചത് കുറയ്ക്കണം. ഇവിടെ ഇപ്പം നിങ്ങൾ ചോദിക്കും എന്താ ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നാണല്ലോ സബ്സിഡി കുറയ്ക്കണത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സബ്സിഡി റയറായിട്ടൊക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ആ എമൗണ്ട് ചെറുതായിരിക്കും. സോ നമ്മൾ പേ ചെയ്തതായിരിക്കും വലുത്. അപ്പോൾ നെഗറ്റീവ് ഫിഗർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സ് മൈനസ് സബ്സിഡി എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. ഇനി ഇതിനെ ഇപ്പം നമ്മളോട് FC കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ആ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, അതായത് നിറ്റ് എന്നാണ് അതിനെ പറയുക അല്ലേ. നിറ്റിനെ ഈ MPക്ക് കൊണ്ടുവരാം. ഓക്കെ, അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. GDP MP എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? MP എന്ന് പറഞ്ഞാൽ ഫൈനൽ, MP കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ഉണ്ടാവും, ഡിഫൈൻ GDP MP എന്ന് പറയും. MP എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ഓപ്ഷൻസിൽ ഫൈനൽ എന്നുണ്ടായിരിക്കും, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന്, ഫൈനൽ വാല്യൂ ഓഫ്. പക്ഷേ GDP FC ആണെങ്കിലും FC ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻസിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഓപ്ഷൻസിൽ ഉണ്ടാവുക, ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസിൽ ഉണ്ടാവുക. FC ആണെങ്കിൽ അവിടെ എന്തായാലും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുണ്ടായിരിക്കും. ടേക്ക് എൻ എക്സാമ്പിൾ, NNP MP എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ MP എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എടുക്കുന്നത് കണ്ടോ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ എക്കണോമിക് ഗുഡ്സ് എന്നാണ് പറഞ്ഞത്. ഫൈനലാണത്. കാരണം എന്താ? MP എന്ന് പറഞ്ഞാൽ ഫൈനൽ വരും അല്ലേ. MP എന്ന് പറഞ്ഞാൽ ഫൈനൽ വരും. അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നെക്സ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ വരും, നോക്കിക്കോ. കണ്ടോ ഇതിൽ കണ്ടോ, NDPFC എന്ന് പറയുമ്പോൾ കണ്ടോ, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ ഫാക്ടർ ഇൻകംസ് എന്ന് പറയുന്നുണ്ടോ. ഫാക്ടർ ഇൻകംസ് എന്ന് പറയും. മറ്റൊരുത്ത് ഫൈനൽ വാല്യൂ എന്നാണ് പറയുക MP ആണെങ്കിൽ. കാരണം അതെന്താ? മാർക്കറ്റ് പ്രൈസ് ആണല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം, കമ്പയർ ചെയ്തിട്ട് വേണം ഓപ്ഷൻസ് ടിക്ക് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. കണ്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഓഫ് എ കൺട്രി അണ്ടർ ദ കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം? അപ്പം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം MP എന്നാണ് അല്ലേ. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ എക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് വിതിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻക്ലൂഡിങ് ദ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലേ. എന്നെ വരണമെങ്കിൽ ആ ഡീൻ്റെ ഒപ്പം, അതായത് ഡൊമസ്റ്റിക്കിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ A ആണ് ആൻസർ. സോ വെറുതെ GNP എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ വെറുതെ GNP എന്ന് കണ്ടതിൻ്റെ അർത്ഥം MP എന്നാണ്. GNP MP ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, GDPFC ഈസ് കാൽക്കുലേറ്റഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമുല ഹിയർ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് GDP MP ആണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് GDPFC കാണണം. സോ ജസ്റ്റ് GDP ഒക്കെ സെയിം തന്നെ അല്ലേ. MP മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ MPൻ്റെ ഒപ്പം എന്ത് ചെയ്താലാണ് FC കിട്ടുക എന്നുള്ളതാണ്. അപ്പം മാർക്കറ്റ് പ്രൈസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? FC പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് അല്ലേ. ഓക്കെ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ നമുക്ക് FC കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? MPന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ മതി അല്ലേ. യാ, അപ്പോൾ ഓപ്ഷൻ Cയും Dയും ആണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ കണ്ടോ ഇവിടെ മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡിയും പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി, ആകെ കൺഫ്യൂഷൻ ആയില്ലേ. സിമ്പിളാണിത്. നമ്മൾ പറഞ്ഞില്ലേ, ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡിയാണ് ശരിക്കും വേണ്ടത്. നിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ. കാരണം നമ്മൾ അടച്ചതായിരിക്കും വലുത്. അപ്പോൾ വലിയ എമൗണ്ടിൽ നിന്ന് ചെറുത് കുറച്ചു. അങ്ങനെ ബ്രാക്കറ്റിൻ്റെ പുറത്ത് കിടക്കുന്ന മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ സബ്സിഡിയുടെ അവിടുത്തെ മൈനസും ആ മൈനസും കൂടെ പ്ലസ് ആയി മാറും. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി? MP മൈനസ് IT പ്ലസ് സബ്സിഡി ആയി മാറിയില്ലേ. അപ്പം ഓപ്ഷൻ C ആണ് ആൻസർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.